ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ലൈനെ മാർക്കറ്റ് സിമ്പിൾ ട്രേഡാണ്. നമ്മുടെ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ. സോ നമ്മുടെ ലൈനെ മാർക്കറ്റ് മേളിയും താഴത്തോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പോൾ ചെറിയ നെഗറ്റീവിലോട്ടും വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. 78 പോയിൻറ്റ്സിൻ്റെ തന്നെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ആദ്യം തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 515.77. അപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെയാണ് സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഒരു ചെറിയൊരു 500-ൻ്റെ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും റിസ്ക് എടുക്കണം. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം 515. അപ്പോൾ 478 ട്രിഗർ വന്നിട്ട് 479. ഓക്കെ, 479 കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പർ ബ്രേക്ക് ഔട്ടിന് ശേഷം തന്നെയാണ് മാർക്കറ്റിൽ ട്രേഡ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഒറ്റ ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ റെഡ് ക്യാൻഡിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. സോ നോക്കാം, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡേഴ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചു. ക്രിപ്റ്റോയുടെ ട്രേഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മളുടെ ക്രിപ്റ്റോ ട്രേഡിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാറ്റർഡേ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതോ ഇനിയപ്പോൾ ഞാൻ റെഗുലർലി ട്രേഡ് എടുക്കാറുണ്ട്. ഇന്നലെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്, കാരണം കൂടുതൽ അത് ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് എടുക്കണോണ്ട് ഞാൻ കുറച്ച് നേരം ഹോൾഡ് ചെയ്യാറുണ്ട്, കുറച്ച് കൂടുതൽ സമയം ഞാൻ ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പം ഇന്നലെ അത്യാവശ്യം, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ 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 കുറവാണ്. എനിക്ക് തോന്നുന്നു എത്ര ഒരു 10,000 രൂപ 20,000 രൂപ അങ്ങനെ എന്തോ ചെറിയൊരു എമൗണ്ട് മാത്രമേ അതിൻ്റെ അകത്ത് അക്കൗണ്ടിൽ കിടപ്പുള്ളൂ. സോ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇത്രേ കാണുന്നുള്ളൂ. നമ്മളുടെ ഒരു ദിവസം നമ്മളുടെ നാട്ടിലൊരാൾ ജോലിക്ക് പോയാൽ ഒരു 1000 രൂപയോ 800 രൂപയോ 10 സിമ്പിൾ ലോജിക്കാണ്. $10 ഉണ്ടാക്കിയാൽ 85 × 10 850 രൂപ നമുക്ക് ആയി. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആവറേജ് ഒരു ജോലിക്കാരൻ 9 to 5 ജോലി എടുക്കുന്ന ആൾക്ക് കിട്ടുന്ന ശമ്പളം നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു ലോജിക്ക് മാത്രമാണ് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നത്. അതാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ചെറിയ പ്രോഫിറ്റ് കാണുമ്പോഴേ നിങ്ങൾക്ക് ഇത് എന്ത്, കാരണം ക്രിപ്റ്റോയിലൊക്കെ എല്ലാവരും വലിയ പ്രോഫിറ്റുകളല്ലേ വീഡിയോയിൽ കാണിക്കുന്നത്. സോ അത് അങ്ങനെയുള്ള ഇഷ്ടമാണെങ്കിൽ ഓക്കെ, മീൻസ് താല്പര്യം തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ. അതുമല്ല, ഇനി അത് ബോറായിട്ടാണ് തോന്നിയത്, കട്ട് ചെയ്തേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അത്രയും ലോങ് വീഡിയോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൽപ്പിംഗ് പോലത്തെ അത്രയും നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ലല്ലോ. ഇതൊരു ജസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഈ ട്രേഡൊക്കെ അവസാനിപ്പിക്കും. 10-15 മാക്സിമം മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഈ ട്രേഡൊക്കെ അവസാനിപ്പിക്കും. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പം ഇന്നലെ ഞാൻ എത്ര മണിക്ക് എടുത്തത്, ഇന്നലെ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 7:30ക്ക് ഞാൻ വെളിയിലിരുന്നപ്പോൾ ഞാൻ മൊബൈലിലാണ് ട്രേഡ് എടുത്തത്. എന്നിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യുന്നത് ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ തുടങ്ങി ഒരു ആ ബെഡിലേക്ക് വന്ന സമയത്താണ് ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞും ഭയങ്കര ഹൈ വാല്യൂ പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു വലിയൊരു ബുൾ മാർക്കറ്റാണ് നടക്കുന്നത്. സോ അപ്പം വെയിറ്റ് ചെയ്യാമായിരുന്നെങ്കിൽ ഓക്കെ, ഫൈൻ. പക്ഷേ ഞാനൊരു 10:30 ഞാൻ എക്സിറ്റ് ചെയ്തായിരുന്നു മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ആ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, $70 മിറ്റ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു ആ ഒരു അത്രയും ടൈമിനുള്ളിൽ. അപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കുമ്പം സെയിം ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട്, ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് പക്ഷേ പ്രോഫിറ്റ് വളരെ കുഞ്ഞു പ്രോഫിറ്റൊക്കെ ആയിരിക്കും. നമ്മളുടെ വലിയ ആയ ഒരു പരിപാടി ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യാറില്ല. സോ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇത് അത്യാവശ്യം ലോസ് ആയിട്ടുണ്ട്. ഒരു 2000+ ലോസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിൻ്റെ മേളിലാണ് ഇപ്പോൾ ക്യാൻഡിലിൻ്റെ റിജക്ഷൻ വന്ന് ക്ലോസ് കിട്ടിയത്. അപ്പം നോക്കേണ്ടി വരും എങ്ങനെയാണ് മാർക്കറ്റ് താഴത്തോട്ട് വരുമോ, ഇനി ഇവിടുന്ന് റിജക്ഷൻ എടുത്ത് മേളിലേക്കാണ് പോകണമെങ്കിൽ ഒരു നല്ലൊരു റിജക്ഷൻ ഹാമർ ക്യാൻഡിലാണ് ഫോം ആയത്. അപ്പോൾ എക്സാക്ട്ലി നമ്മുടെ ലൈനെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായി ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയ ഉടനെയാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ അത് അവിടുന്ന് റിവേഴ്സലായി
സോറി, അത് അവിടുന്ന് റിവേഴ്സലായിട്ട് എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ മേളിൽ തന്നെ കൊണ്ട് ക്ലോസ് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് നമ്മുടെ ട്രേഡിൽ അത്രയും കോൺഫിഡൻസ് ഇല്ലാതെ ആവുന്നത്. കാരണം വേറൊന്നുമല്ല, ആ ലൈനിൻ്റെ താഴത്തായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്, നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ വെയിറ്റ് ചെയ്ത് നോക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പം റാൻഡംലി ഇറങ്ങുന്നില്ല, മേളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിലും, കാരണം ചിലപ്പം മേളിലേക്ക് പോയി താഴത്തോട്ട് വരാനും ചാൻസസ് ഉണ്ട്. സോ മേളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. വളരെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തിട്ടിട്ടുണ്ട്. സോ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റാണോ ലോസാണോ എന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്ത് അത് മാത്രമല്ല, ഞാൻ വിചാരിച്ച ആ ഫസ്റ്റ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത ആ ക്യാൻഡിൽ തന്നെ, ഇത് 945 ക്യാൻഡിൽ, ഞാൻ വിചാരിച്ചു 945 ക്യാൻഡിൽ തന്നെ സിമ്പിളായിട്ട് അത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലല്ലായിരുന്നു ഫോം ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് താഴത്തോട്ട് പത്ത് നമ്മളുടെ ആ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യും എന്നാണ് തോന്നിയത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. റെഡ് ക്യാൻഡിലാണ് ആദ്യത്തത്, അപ്പർ സൈഡിൽ നിന്ന് റിജക്ഷൻ കൂടെയാണ്. സോ സെല്ലേഴ്സ് ഒരുപാട് വരാൻ നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പിൻ്റെ മേളിലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സെറ്റപ്പിൻ്റെ മേളിലാണ് ട്രേഡ് എടുത്തത്. ഇത് അല്ലാതെ റാൻഡംലി വരുന്ന ട്രേഡേഴ്സ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഡൗൺ കണ്ടിട്ടും ഫസ്റ്റ് റിജക്ഷൻ ക്യാൻഡിൽ കണ്ടിട്ടും ഇത് റിട്രേസ്മെൻ്റ് ആണെന്ന് കണ്ടിട്ടും അവിടെ ട്രേഡ് എടുക്കാൻ വന്ന റാൻഡം ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റാൻഡം ട്രേഡേഴ്സ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവരെ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യിക്കാൻ വേണ്ടി മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും ചിലപ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ട, ഇപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്യുമ്പോൾ ആണ് പ്രശ്നം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നുണ്ട്. പക്ഷേ ഇത്രയും വെയിറ്റ് ചെയ്യുമ്പോൾ എന്തിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലേഴ്സിന് എൻട്രി ചെയ്യാൻ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. കണ്ടോ, കാരണം മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഫോം ചെയ്തു. ഫസ്റ്റ് ക്യാൻഡിൽ റെഡ്, മേളിൽ നിന്ന് റിജക്ഷൻ, താഴത്തോട്ട് വന്നു, ഒരു റിട്രേസ്മെൻറ്റ് വന്നു, ഇനി താഴത്തോട്ട് പോകുന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇവിടെ സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട്, സെൽ സൈഡിലേക്ക് നോക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മൾ വച്ചേക്കണ പോലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ തന്നെ ആയിരിക്കും. അതേപോലെ മേളിലോ അല്ലെങ്കിൽ ഒരു 100 പോയിൻറ്റ്സ് എബോവോ ഒക്കെ ആയിരിക്കും. സോ അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്നൊരു ഫോള് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് സ്കിപ്പായേനെ. ഇപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് ഉള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലൈനിൻ്റെ താഴത്താണ് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയൊരു 1.5 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്. സോ നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. നിങ്ങളൊക്കെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്നലത്തേക്ക് വീഡിയോയുടെ താഴത്തൊക്കെ കമൻറ്റ് കണ്ടിരുന്നേ, നല്ല പ്രോഫിറ്റ് 14,000 ഒക്കെ എടുത്ത കമൻസൊക്കെ കണ്ടിരുന്നു. വളരെ നല്ല കാര്യം, വളരെ സന്തോഷം. നമ്മളുടെ ട്രേഡ് മീൻസ് സ്ട്രാറ്റജി ഇത് യൂസ് ചെയ്യണമെന്ന് ഒരു ഇതുമില്ല, നമ്മൾ സ്വന്തം ഇതിപ്പം എനിക്ക് തോന്നിയൊരു സ്ട്രാറ്റജിയാണ്. ഇത് കൊള്ളാമായിരിക്കാം, ഇല്ലാതിരിക്കാം, പക്ഷേ നിങ്ങൾ സ്വന്തമായൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ വർക്കൗട്ട് ചെയ്താലും മതി. അപ്പോൾ നല്ല ഏണിങ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം, വളരെ ഹാപ്പി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു 1000 അടുത്ത് ലോസ് കാണിക്കുന്നുണ്ട്. 1300, 2000 പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് 2000+ ലോസ്. 3000 എക്സാക്ട്ലി അത്രയും നല്ലൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട്, കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അത് അത്രയും നല്ലൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് അതിപ്പോൾ ഒരു റിജക്ഷൻ ക്യാൻഡിലായി മാറി. 515 ആണ് നമുക്ക് എൻട്രി കിട്ടിയത്. 54,900 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഇപ്പോൾ ഒരു ആവറേജ് ഒരു 3000 ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എനിക്ക് നമ്മളുടെ കൂടെ ബേസിക്കായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവരോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, പൈസയ്ക്കോ അല്ല പൈസ വന്നിട്ടോ അങ്ങനെ കോഴ്സായിട്ടൊന്നുമല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗൂഗിൾ മീറ്റിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് എന്ന് പറയാൻ ഞാൻ വലിയ പ്രൊഫസർ ആ ഒരു രീതിയിൽ എടുക്കില്ല. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ, ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണെന്നും ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നും വിക്ക് എന്താണെന്നും വളരെ ബേസിക്കായ കാര്യങ്ങൾ, ട്രെൻഡ് എന്താണെന്നും ട്രെൻഡിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നും, അപ് ട്രെൻഡ് എന്താ, മീൻസ് ഡൗൺ ട്രെൻഡ് എന്താണെന്ന്. ഇപ്പോൾ ഒരു പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ
അങ്ങനെ അങ്ങനെ വളരെ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് വലിയ ട്രേഡേഴ്സിൻ്റെ അടുത്തല്ല, അല്ലെങ്കിൽ ഇത് കാണുന്ന ഭയങ്കരമായി ട്രേഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഞാനൊരു പ്രൊഫസർ ആവാൻ നോക്കുകയെന്നോ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് നമ്മളെ ഇപ്പം ഞാൻ ഞാൻ പറയുന്നത് ഒരുപാട് പേര്, ഒരുപാട് സ്ത്രീകൾ ഇപ്പം വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്നവരുണ്ടാവും. കാരണം കുഞ്ഞുങ്ങളായിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് കൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ട്രേഡിങ്ങിലേക്ക് ചിലപ്പോൾ എല്ലാവരും വലിയ വലിയ ക്യാഷാണ് ചോദിക്കുന്നത് ഈ ട്രേഡിംഗ് പഠിപ്പിച്ച് കൊടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് വളരെ ബേസിക്കായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റും പാറ്റേൺസ്, ഡിഫറെൻറ്റ് പാറ്റേൺസ് എന്താണെന്നും അങ്ങനെയുള്ള ബേസിക്കായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രേഡിങ്ങിനൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ വളരെ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, വെറുതെ ഫ്രീ ഓഫ് കോസ്റ്റ് അതിൻ്റെ അകത്ത് താല്പര്യമുള്ളവർ മാത്രം, ബേസിക്കായ കാര്യങ്ങൾ മാത്രം, അല്ലാതെ അഡ്വാൻസ് ലെവലോ അങ്ങനെയൊന്നുമല്ല. വളരെ ബേസിക്കായ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നോ നമുക്കൊരു അരമണിക്കൂർ, ഒരു മണിക്കൂർ, ഒരു എനിക്ക് തോന്നുന്നു ബേസിക്കായ എല്ലാ കാര്യങ്ങളും പറയണമെങ്കിൽ അത്യാവശ്യം ഒരു മൂന്ന് സെഷൻസ് കണ്ടക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിതൊക്കെ പഠിച്ചതും ഞാൻ ഓൺലൈൻ ക്ലാസ് കോച്ചിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പേ ചെയ്തത് 10,000+ ആയിരുന്നു അന്ന് ആ ഒരു ക്ലാസ്സിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ അതിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ ബേസിക് എനിക്ക് ട്രേഡിങ്ങിലൊന്നും ഒരു കാലത്തും അത് ഗുണം പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗപ്പെട്ടിട്ടില്ല. ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് ഫെമിലിയർ ആവുന്ന രീതിയിലുള്ള വളരെ 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 ബേസിക്കായിട്ടുള്ള സ്റ്റാർട്ടിങ് ഉള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും, ആർക്കെങ്കിലുമൊക്കെ ഇത് വെച്ച് യൂസ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 പേരുണ്ടെങ്കിൽ എനിക്കത് സന്തോഷമുള്ള അത് പറഞ്ഞു കൊടുക്കുന്നതിൽ. പൈസയോ ഒന്നും വേണ്ട, നമുക്കതൊരു ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്കും ഒരു ഏണിങ്സ്, അവർക്കും ഒരു സ്കില്ല് പഠിപ്പിച്ച് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 10 പേര് 15 പേരൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. എൻ്റെ മെയിൽ ID ഉണ്ട്, അതിൻ്റെ അകത്ത് അറിയിച്ചാലും മതി, ഇല്ലെങ്കിൽ കമൻറ്റിലിട്ടാലും മതി. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ഒരു സെഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇതിപ്പോൾ അത്യാവശ്യം 3,000+ ലോസ് കാണിച്ചായിരുന്നു. അപ്പ് സൈഡ് ഡൗൺ സൈഡ് ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിപ്പോയി. ഒന്നില്ലെങ്കിൽ അപ്പ് സൈഡ് പോകണം, സ്റ്റോപ്പ് ലോസ് വരണം, ഇല്ലെങ്കിൽ താഴത്തോട്ട് വരണം. ഇപ്പോൾ ഏകദേശം ഒരു 10-15-13 മിനിറ്റിന് മേളിലായി നമ്മൾ ട്രേഡ് എടുത്തിട്ട്. എനിവേസ് വീണ്ടും മാർക്കറ്റ് തിരിച്ച് 3,000+ ലോസ് കാണിച്ചായിരുന്നു. അഗെയിൻ 1,500 വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണേന്ന് നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങിയേക്കാം. 515 നമുക്ക് എൻട്രി കിട്ടിയത്. അപ്പോൾ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസാണ് നമ്മൾ വച്ചിരിക്കുന്നത്. സോ അഗെയിൻ 2,000 ലോസ് കാണിക്കുന്നുണ്ട്. നോക്കാം ഏതായാലും എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 1,600 2,000 നമുക്കൊരു ലോസ് ആവുകയാണെങ്കിൽ 120 ക്വാണ്ടിറ്റി ആകുമ്പോൾ ഏകദേശം ഒരു 3,000+ 4,000 അടുപ്പിച്ചാണ് ലോസ്. അഗെയിൻ ബാക്ക് ടു 3,000. ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റിൽ സ്റ്റക്കായെന്ന് തോന്നുന്നു അല്ലേ. 1 2 3 മൂന്നാമത്തെ ക്യാൻഡിലാണ്. ഇതിപ്പോൾ ഒരു ഹാമർ ക്യാൻഡിലായിട്ടും മാറുന്നുണ്ട്, ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരുന്ന ക്യാൻഡിൽ. സോ നോക്കാം. ഇപ്പോൾ ഈ ട്രേഡിൽ വലിയൊരു കോൺഫിഡൻസ് ഇല്ല, കാരണം നമ്മുടെ ലൈനിനെ മാർക്കറ്റ് അപ്സൈഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ക്യാൻഡിലിൻ്റെ ക്ലോസും ആയിട്ടുണ്ട്. അപ്സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് അതൊരു ഹാമർ ക്യാൻഡിലും കൂടെ ആയി മാറിയിട്ടുണ്ട്. സോ നോക്കാം. ബൈയിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർലി ഡിസിപ്ലിൻഡ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഓക്കെ, ഫൈൻ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ഹാമർ ക്യാൻഡിലായിട്ടുണ്ട്. ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 4,000 ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 4,500 ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിനെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. താഴത്തോട്ട് ബ്രേക്ക് ചെയ്യാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് 100 പോയിൻറ്റ്സ് വെച്ചു. മേളിലേക്ക് ഒരു 78 പോയിൻറ്റ്സ് സാധാ വയ്ക്കുന്ന പോലെ 78 പോയിൻറ്റ്സ് വെച്ചു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് മേളിലേക്ക് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഇതായിരുന്നു ഓവറോൾ ട്രേഡ്. താങ്ക് യു.